ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അവധൂതാമൃതത്തിൻ്റെ 8ാം ഭാഗത്തിലാണ്. ഈ ഒരു സത്സംഗം നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തുടർച്ച തന്നെയാണ്. അവധൂതാമൃതം എന്ന് പറയുന്ന ഈ സത്സംഗം ഒരു തുടർച്ചയായിട്ട് ഒരു ഫ്ലോ പോലെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സാധകരും അവരവരുടെ സംശയങ്ങൾ ഗുരുവിനോട് ചോദിച്ച് ക്ലിയർ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ആ അറിവ് അവൻ ആർജിച്ചാൽ മാത്രമേ അവൻ്റെ മുന്നോട്ടുള്ള യാത്ര തടസ്സമില്ലാതെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഓരോ സാധകനും പൂർണ്ണ ബോധ്യമുണ്ട്. അങ്ങനെ നമുക്ക് വീണ്ടും ഇന്നത്തെ ഈ ഒരു അവധൂതാമൃതത്തിലേക്ക് പ്രവേശിക്കാം. ഗുരുജി, ഒരു സാധകന് അവൻ്റെ ഗുരുവിനെ ലഭിച്ചു. ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു പുണ്യമാണ് അവന് ലഭിക്കുന്നത്. ഗുരുവിൻ്റെ ഉപദേശം അവന് അവൻ്റെ ഓരോ ഘട്ടത്തിലും ലഭിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ അവന് ആ ഗുരു ഉപദേശങ്ങളെ അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ സാധനാ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ ഒരു സാധകൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊന്ന് വിശദീകരിക്കാം. ആത്മവിദ്യ എന്നുള്ളത് എളുപ്പം ഗ്രഹിക്കുവാൻ പറ്റുന്ന ഒന്നല്ല. ഇൻ്റലക്ച്വലി നമ്മൾ തലയിൽ ഇതെല്ലാം കയറ്റി വെച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം ലോകത്തിലുള്ള എല്ലാ മദ്യപാനികൾക്കും ലിക്വർ ഈസ് ഇഞ്ചൂറിയസ് ഫോർ ഹെൽത്ത് എന്നുള്ള നോളജ് ഉണ്ട്. പക്ഷേ ആ നോളജ് കുടിയിൽ നിന്ന് മാറുവാൻ അവരെ സഹായിക്കുന്നില്ല. അപ്പോഴെന്താണ്, ഈ പറയുന്ന ആത്മവിദ്യ തലയിൽ വെച്ചിട്ട് കാര്യമില്ല, അത് ഹൃദയത്തിൽ വിളങ്ങിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഗുരു ഇത്തരം നോളജ് തരുമ്പോൾ ഒരു വ്യക്തിയിൽ അത് അതിവേഗത്തിൽ പ്രവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. ഈ ജന്മത്തിൽ തന്നെ അത് നേടണമെന്നും നിർബന്ധമില്ല. അതുകൊണ്ടാണ് ഗുരുവുമായിട്ടുള്ള ബന്ധം ജന്മജന്മാന്തരമായി നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. കാര്യം കൂടുതൽ കാര്യങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ ജനന മരണം എന്ന് പറയുന്നത് എൻ്റെ കാഴ്ചപ്പാട് തന്നെ നമുക്ക് മാറും. അത് വേറെ കാര്യം. അതല്ലാതെ ജനനം മരണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ചിന്തിച്ചാൽ പോലും ഒരു ജന്മം കൊണ്ട് തന്നെ മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം ഒരു താമരയുടെ തണ്ടിൽ സൂചി കുത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സെക്കൻഡ് കൊണ്ടും ആത്മബോധം, അതായത് ബോധോദയം ഒരു വ്യക്തിയിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ജന്മങ്ങൾ കഴിഞ്ഞാലേ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അത്ര സമയം എടുക്കുമെന്ന് പറയുന്നിടത്ത് തന്നെ താമരയുടെ തണ്ടിലെ സൂചി പ്രവേശിക്കുന്ന നിമിഷം, അത് ഒരു നിമിഷത്തിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു സെക്കൻഡിൻ്റെ സമയം പോലും വേണ്ട ബോധോദയം നേടാൻ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ബ്യൂട്ടി ഒന്ന് നോക്കൂ. അപ്പോൾ ഇവിടുത്തെ ചോദ്യം, ആ ജ്ഞാനം ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചില്ല എങ്കിൽ അവൻ്റെ ഗതി എന്താകും എന്നാണ്. അത് മനസ്സിലാക്കുവാൻ 2 കഥകൾ പറയാം. നിങ്ങൾ തന്നെ കേൾക്കുക, അതിനെ വിലയിരുത്തുക. ഒന്ന് ഒരു സെൻ സ്റ്റോറിയാണ്, മറ്റൊന്ന് നമ്മുടെ ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെ ഗുരുകുലത്തിൽ നടന്ന ഒരു സ്റ്റോറിയാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ 2 കഥകൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം.
ശങ്കരാചാര്യർ ഒരു റിയലൈസ്ഡ് സോളാണ്. അപാരമായ ജ്ഞാനം ഉള്ള ഒരു വ്യക്തിയാണ്. വളരെ ഷോർട്ട് ടൈമിൽ വളരെയേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത ഒരു വ്യക്തിത്വമാണ്. 4 വേദങ്ങൾക്കും ആശ്രമങ്ങൾ സ്ഥാപിക്കുകയും അതിനെ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റും വളരെ ജ്ഞാനിയായിട്ടുള്ള ശിഷ്യസമ്പത്തുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ശിഷ്യന് ഈ പറയുന്ന ശ്ലോകങ്ങളോ വേദങ്ങളോ അത്ര കാര്യങ്ങളൊന്നും ബൈ ഹാർട്ടാക്കാനോ പഠിക്കാനോ മറ്റ് ശിഷ്യന്മാരുടെ അത്ര സ്പീഡിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള ബുദ്ധി ഇല്ലായിരുന്നു. ആധ്യാത്മികതയ്ക്ക് ബുദ്ധിയല്ല വേണ്ടത്, ഹൃദയമാണ് വേണ്ടത്. എങ്കിലും നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ബുദ്ധി വൈഭവം ആർക്കില്ല? ഈ പറയുന്ന ശിഷ്യനില്ല. അപ്പം ശങ്കരാചാര്യർക്കറിയാം അവൻ്റെ കപ്പാസിറ്റിയും ക്വാളിറ്റിയും എല്ലാം ശങ്കരാചാര്യർക്ക് നല്ലവണ്ണം അറിയാം. അപ്പോൾ പലപ്പോഴും ക്ലാസ് എടുക്കാൻ നേരത്ത് ഇതൊന്നും മനസ്സിലാവാത്തത് കാരണം ഈ ശിഷ്യൻ താമസിച്ചോ ഉഴപ്പിയോ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ മറ്റ് ശിഷ്യന്മാർക്കെല്ലാം ഈ ശിഷ്യനോട് ഒരു അയാളൊരു ഫൂളാണെന്നുള്ള ഒരു തോന്നലാണ്. അപ്പോൾ ഒരിക്കൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് ശങ്കരാചാര്യ ചോദിച്ചു, അവൻ എവിടെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ക്ലാസ്സിലുള്ള വേറെ ഒരു സാധകൻ, അവന് പകരം ഈ തൂണുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അത് കേട്ടിട്ട് മറ്റുള്ളവരെല്ലാവരും ചിരിക്കും. കാര്യം ഈ ക്ലാസ് എടുക്കുന്നത് ഈ തൂണ് കേൾക്കുന്നതും അവൻ കേൾക്കുന്നതും ഒരുപോലെയാണെന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിനെ ഇങ്ങനെ ചിന്തിച്ചു, അവൻ്റെ ആ കഴിവ് ഇല്ലായ്മ, മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉള്ള കഴിവില്ലായ്മ ഇവരെല്ലാം കളിയാക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും തങ്ങളോടൊപ്പം സാധന അനുഷ്ഠിക്കുന്ന ഒരു സഹസാധകനാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരുന്നില്ല. കളിയാക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയത്. അപ്പോൾ ശങ്കരാചാര്യർ അന്നത്തെ ദിവസം ഒരു പുതിയ ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണ്. അന്നത്തെ ആ സത്സംഗത്തിൽ അവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിങ്ങനെ ഗ്രഹിച്ച് അതിൻ്റെ ആന്തരിക അർത്ഥത്തിലേക്ക് ഇങ്ങനെ മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നിമിഷം ശങ്കരാചാര്യർ കണ്ണുകൾ അടച്ചിട്ട് ഈ ശിഷ്യനെ മനസ്സിൽ ഒന്ന് കണ്ടു. അപ്പോൾ അവൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. അപ്പോൾ നോക്കിയപ്പോൾ ഗുരുസേവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തുള്ള പുഴയിൽ പോയി ആ ഗുരുവിൻ്റെ വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി ആ ഒരു ജോലിയിൽ അവൻ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പതുക്കെ ഇദ്ദേഹം ഈ ഗുരു കണ്ണടച്ചിട്ട് ആ ശിഷ്യൻ്റെ പേര് ഉച്ചരിച്ചു. അടുത്ത ക്ഷണത്തിൽ ഈ ശിഷ്യൻ ആ പുഴക്കരയിൽ നിന്ന് ഓടി ഗുരുവിൻ്റെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഇവിടുത്തെ അന്തരീക്ഷം എന്താണ്? പുതിയ ശ്ലോകം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും അത് മനനം ചെയ്യുകയും വീണ്ടും ബ്രീത്തിങ്ങിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സത്സംഗം നടക്കുന്ന സ്ഥലത്തേക്ക് ഈ ശിഷ്യൻ കടന്നു വരുന്നത് ആ സമയം അവിടെ പഠിപ്പിച്ച ശ്ലോകം ഉച്ചരിച്ചുകൊണ്ടാണ്. അവസാനം മറ്റുള്ളവരെല്ലാവരും മൗനം പാലിച്ചു. അവർക്കൊന്നും പറയാൻ ഒന്നുമില്ലായിരുന്നു. കാര്യം മറ്റുള്ളവർക്കെല്ലാം വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷാർപ്പായിട്ടുള്ള ബുദ്ധി ഉണ്ടെങ്കിലും ഈ ശിഷ്യന് ഉള്ള ഒന്ന് അവർക്ക് കുറവായിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റില്ല, കുറവായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ സത്സംഗം നടക്കുന്ന സ്ഥലത്ത്
ഈ ബുദ്ധിക്കുറവ് ഉണ്ട് എന്ന് പറയുന്ന ആ ശിഷ്യനില്ലെങ്കിൽ പോലും ആ ശ്ലോകം ഉരുവിട്ടുകൊണ്ട് വന്നു എന്നുണ്ടെങ്കിൽ അതെങ്ങനെ സാധിച്ചു? കാര്യം അദ്ദേഹം ഹൃദയമായിരുന്നു അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൂടി കണക്ട് ചെയ്യപ്പെട്ടു. നമ്മൾ ഈ ടെലിപ്പതി എന്നൊക്കെ പറയുമ്പോഴത്തെ ഒരു രീതിയുണ്ടല്ലോ. അപ്പോൾ അമ്മമാർക്ക് മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി പെട്ടെന്ന് അറിയാൻ പറ്റും. കാര്യം ആ ബന്ധം അതങ്ങനെയാണ്. അപ്പോൾ ആ ഹൃദയബന്ധം കറക്റ്റായത് കാരണം ആ ജ്ഞാനം ആ ശിഷ്യനിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഗുരു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ശിരസിൽ കയറ്റുക എന്നുള്ളതല്ല. അവസാനം ഈ ശിഷ്യൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠരായ മറ്റ് ശിഷ്യങ്ങളുടെ ആ മുൻനിരയിൽ ഈ ശിഷ്യന് വന്നു എന്നുള്ളതാണ്. ആ നോളജ് വന്നു എന്നുള്ളതാണ്. അപ്പം ഇതൊന്നും മിറാക്കിളോ ഒന്നുമല്ല, അത്ഭുതങ്ങളോ ഒന്നുമല്ല. സമർപ്പണത്തേക്കാൾ വലിയൊരു അത്ഭുതം ആധ്യാത്മികതയിലില്ല എന്നുള്ളതാണ്. ആ സമർപ്പണം ഉള്ളിടത്താണ്, താഴ്ന്നിടത്ത് മാത്രമേ നീരോടുള്ളൂ എന്ന് പറയും പോലെ ആ ജ്ഞാനം അവിടെ നിറയും, ബോധം അവിടെ വിളങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഗുരുവിൻ്റെ ഉപദേശം അവനിലേക്ക്, ഒരു സാധകനിലേക്ക് പ്രവേശിക്കുന്നത് അവനിലുള്ള അഹം കുറയുന്നതനുസരിച്ചിട്ട് ആ ജ്ഞാനം അവനിൽ എത്തിപ്പെടും. അപ്പോൾ അവിടെ ജ്ഞാനം ഏറ്റവും കഠിനമുള്ളതാണ്, മനസ്സിലാക്കാൻ പാടുള്ളത് എന്നുള്ളതല്ല അവിടെ കാര്യം. കാര്യം ആ ജ്ഞാനം അവനാണല്ലോ, അവൻ ജ്ഞാനമാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അതിന് തടസ്സം അഹം മാത്രമാണ്. നേരത്തെ പറഞ്ഞു 2 കഥകളിൽ കൂടിയാണ് അത് സമർത്ഥിക്കുന്നതെന്ന്. രണ്ടാമത്തെ കഥ ഒരു സെൻ സ്റ്റോറിയാണ്. ഈ കഥയും കൂടെ കണക്ട് ചെയ്ത് പല ഡയമെൻഷൻസിൽ കൂടി അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു സെന്നാശ്രമം, അതൊരു ധ്യാന കേന്ദ്രമാണ്. അവിടെ ഒരു പ്രായമുള്ള ഒരു സെൻ ഗുരുവുണ്ട്. ഈ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അത്യാവശ്യം ഒരു മലയുടെ മുകളിലാണ്. അപ്പം കുറച്ച് ശിഷ്യന്മാരേ ഉള്ളൂ അവിടെ. പകൽ സമയത്ത് ധ്യാനം പരിശീലിക്കുന്ന മറ്റ് സാധകരെല്ലാം ആ മല കയറി വന്ന് ഈ സെൻ ഗുരുവിനോട് ഉപദേശങ്ങൾ തേടാറുണ്ട്, അവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, പോകാറുമുണ്ട് തിരിച്ച്. അപ്പം അവിടുത്തെ മെയിൻ ഭക്ഷണ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും നോക്കിയിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചുമതലയെന്ന് പറയുന്നത് ആശ്രമം വൃത്തിയാക്കിയിടുക, അന്നത്തെ ഭക്ഷണങ്ങളും മറ്റ് കാര്യങ്ങളും അവിടെ ചിട്ടയായിട്ട് ക്രമീകരിക്കുക, മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് കണ്ടറിഞ്ഞ് ചെയ്യുക. രാത്രിയിലുള്ള ഭക്ഷണത്തിന് ശേഷം അത്താഴം ഒരുക്കി അതെല്ലാം കൊടുത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതും കൂടെ ഉണ്ട്. അതാണ് ഒരു ദിവസത്തെ മൊത്തത്തിലുള്ള അവൻ്റെ കർമ്മം. അപ്പോൾ ഈ വെള്ളം ശേഖരിക്കാൻ അവൻ എന്ത് ചെയ്യും? ഈ മലയുടെ മുകളിൽ വെള്ളമില്ല. അപ്പോൾ ഈ തോളിൽ കമ്പ് വെച്ചിട്ട് 2 പാത്രം തൂക്കിയിട്ടിട്ടുണ്ട്, വലിയ പാത്രം. ഇതിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അദ്ദേഹം മല ഇറങ്ങി വരുന്നു. താഴെ അത്യാവശ്യം ഒരു ചെറിയൊരു പുഴയുണ്ട്. അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് ഇതും കൊണ്ട് ഇവൻ ഇങ്ങനെ മല കയറി മുകളിൽ പോയി അവിടെ വലിയ വലിയ പാത്രത്തിൽ ഇതെല്ലാം കൊണ്ട് നിറച്ച് വയ്ക്കും. ഇതെല്ലാ ദിവസവും നിരന്തരം ചെയ്യുകയാണ്. ആ വെള്ളം ശേഖരിച്ചിരിക്കുന്ന വെള്ളമാണ് അടുത്ത ദിവസം രാത്രി വരെയും ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതിലെല്ലാം ഒരു കണക്ക് ഉണ്ട്, അതനുസരിച്ചിട്ട് മാത്രമായിരിക്കും ഇത് ഉപയോഗിക്കുന്നത്. അപ്പോഴ് തോന്നാം
ഇത്രയും കഷ്ടപ്പെട്ട് മുകളിൽ എന്തിനാണ് ആശ്രമം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് തോന്നാം. ഓരോന്നിനും ഓരോ സങ്കല്പങ്ങളുണ്ട് എന്ന് മാത്രം അതിനെ മനസ്സിലാക്കുക. അപ്പോൾ ഈ ശിഷ്യൻ നിരന്തരം എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷത്തോടെയാണ് ഈ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. അത് ഒരിക്കലും അത് പാടാണെന്നോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലല്ല ചെയ്യുന്നത്. നമ്മൾ ഈ മിലരേബയുടെയൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അതൊരു സാധകന് ഏത് മനോഭാവത്തിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. വേറൊരു സത്സംഗത്തിൽ നമുക്ക് ആ മിലരേബയുടെ സ്റ്റോറി നമുക്ക് സംസാരിക്കാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ എന്തായാലും ഈ ശിഷ്യൻ ഇങ്ങനെ വെള്ളവും ശേഖരിച്ചുകൊണ്ട് മുകളിൽ പോകും. അപ്പോൾ ഇദ്ദേഹം എപ്പോഴും ഈ വെള്ളത്തിൽ നോക്കും, ഈ മല കയറി പോകുന്ന സമയത്ത് വെള്ളത്തിൽ നോക്കും. കാര്യം ആകാശത്ത് കാണുന്ന ചന്ദ്രൻ്റെ ബിംബം ഈ കാണുന്ന അവൻ ശേഖരിച്ച് കൊണ്ടുവന്ന വെള്ളത്തിൽ ഇങ്ങനെ അത് വെള്ളം അനങ്ങും, അതിനെന്തായാലും അതിൻ്റെ ഒരു ഷെയ്ഡ് ചന്ദ്രൻ്റെ പ്രതിബിംബം അവിടെ കാണാം. ഇതാണ് അവൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ചില ദിവസങ്ങളിൽ എന്താണ് പൂർണ്ണചന്ദ്രൻ, ചില ദിവസം അത് ചെറുതാകുന്നു, അർദ്ധചന്ദ്രനാകുന്നു, ചന്ദ്രക്കലയാകുന്നു, ചില ദിവസം ചന്ദ്രനേ ഇല്ല. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഈ കർമ്മം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ അടുത്ത ദിവസം ഈ അമാവാസി കഴിയുമ്പോൾ എന്താണ് അടുത്ത പൗർണമിയിലോട്ട് വരുമ്പം വീണ്ടും ചന്ദ്രൻ തെളിഞ്ഞ് വരുന്നു. അത് അടുത്ത ദിവസം വീണ്ടും വലുതാകുന്നു, പൂർണ്ണചന്ദ്രനാകുന്നു, അത് പോകുന്നു. അപ്പം ഈ ചന്ദ്രനെ വെൽക്കം ചെയ്യുന്നു, യാത്ര പറഞ്ഞയക്കുന്നു. അപ്പോൾ ആ ഒരു മനോഭാവത്തിൽ ഇദ്ദേഹം ആ ചന്ദ്രനുമായിട്ട് കൂട്ടും കൂടി ഇദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അമാവാസി ദിവസങ്ങളിൽ ആ ചന്ദ്രനെ മിസ് ചെയ്യുന്നുണ്ട്, ചന്ദ്രൻ തിരിച്ചു വരുന്ന സമയത്ത് ആഹ്ലാദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആ പ്രകൃതിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവൻ്റെ സാധനമെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കൽ മല കയറിക്കൊണ്ടിരിക്കുന്ന സമയം പൂർണ്ണ ചന്ദ്രനുള്ള ദിവസം ഇദ്ദേഹം ഇങ്ങനെ പകുതിയിൽ വെച്ച് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ എടുത്ത് വച്ചേക്കുന്ന വെള്ളത്തിൻ്റെ ചലനം ഇങ്ങനെ കുറഞ്ഞ് വരുന്ന സമയത്ത് ചന്ദ്രൻ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അതിനകത്ത് തെളിഞ്ഞ് അനങ്ങാതെ നിശ്ചലമായി നിൽക്കുന്ന ഒരവസ്ഥ വരും. ആ നിശ്ചലമായിരിക്കുന്ന ആ ചന്ദ്രൻ്റെ പ്രതിബിംബം ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വളരെ ആ നിമിഷത്തിൽ ആ ഒരു പൂർണ്ണ സമഗ്രതയിൽ അയാളിങ്ങനെ നിൽക്കുന്ന സമയം പെട്ടെന്ന് ഈ പാത്രം കെട്ടിവെച്ചിരുന്ന കയറ് പൊട്ടി ആ പാത്രം നിലത്ത് വീഴുന്നു, പൊട്ടുന്നു, ജലം മൊത്തം ഒഴുകിപ്പോകുന്നു. ചന്ദ്രൻ്റെ പ്രതിബിംബം നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഞെട്ടലല്ല ഉണ്ടായത്. ആ സെക്കൻഡിൽ കയറ് പൊട്ടി, ആ പാത്രം പൊട്ടി, ജലം ഒഴുകി, പ്രതിബിംബം തന്നെ ഇല്ലാതായപ്പോൾ അദ്ദേഹം ബോധപ്രാപ്തനായി എന്നാണ് പറയുന്നത്. ആ ബോധപ്രാപ്തനാകുവാനുള്ള കാരണം ആ സ്പോട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു ചിന്ത, ജലമെവിടെ, ചന്ദ്രബിംബം എവിടെ? ഈ ബോധപ്രാപ്തി ആ സാധകനിൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ആ ധ്യാനഗുരു അവനിൽ പകർന്നു കൊടുത്ത ഒരറിവ്, അത് വലിയ വലിയ തത്വങ്ങളോ ഉപദേശങ്ങളോ വേദാന്തമോ ഒന്നുമല്ല കൊടുത്തത്. നമ്മൾ ആസ്വദിക്കുന്നതെല്ലാം ബിംബങ്ങളാണെന്നും, വെറും ബിംബങ്ങളല്ല, പ്രതിബിംബങ്ങൾ ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിബിംബിക്കുന്ന ഒരു വസ്തു ഉണ്ടെന്നും,
അതിന് ഒരു സ്ഥായിയായ അവസ്ഥയില്ലെന്നും തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധോദയം, തിരിച്ചറിയുന്നൊരു ബോധോദയം ആ ധ്യാന സാധകനിൽ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഗുരുശിഷ്യ പാരസ്പര്യം, ആ ജ്ഞാനം എപ്രകാരമാണ് കൺവിൻസ് ചെയ്യുന്നു എന്നുള്ളത് ഈ രണ്ട് കഥയിൽ കൂടി നമ്മൾ മനസ്സിലാക്കുക. ഞാൻ ഗുരുവിൽ നിന്ന് പലതും പഠിക്കും, പലതും ഉൾക്കൊള്ളും, ഞാൻ അത് നേടും എന്നുള്ള വ്യക്തിയാഹന്തകളെല്ലാം മാറ്റിവെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അറിഞ്ഞു തുടങ്ങും. ആ അറിഞ്ഞു തുടങ്ങുന്നത് എന്തെങ്കിലും നമ്മൾ അറിഞ്ഞു തുടങ്ങിയത് ആ അറിഞ്ഞു തുടങ്ങിയതിൻ്റെ ഭാഗമായി മാറുവാൻ അര നിമിഷം പോലും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കൂടെ മനസ്സ് നിലനിന്നാൽ ജന്മജന്മങ്ങളെടുക്കും ആ അറിവിലേക്ക്, അല്ലെങ്കിൽ ആ അറിവായി മാറാൻ വേണ്ടിയുള്ള സമയദൈർഘ്യമെല്ലാം നമ്മളിലുള്ള അഹംബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നാണ് പറഞ്ഞു വന്നത്. ഈ രണ്ട് കഥകളും ഒരു സാധകൻ നിരന്തരം മനനം ചെയ്യുക. കാരണം ഇത് ഏതോ രണ്ട് വ്യക്തിയുടെ കഥ അല്ല, അവനവൻ്റെ സാധനാ ജീവിതത്തിൽ ഒരു സാധകൻ അറിഞ്ഞിരിക്കേണ്ട അവസ്ഥകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഉത്തരത്തിൻ്റെ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഹരി ഓം. ഗുരുജി, ഗുരുവിൻ്റെ ഉപദേശങ്ങളാണോ അതോ ഭൗതികതയിലെ വിഷമങ്ങളാണോ ഒരു സാധകനെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നത്? ഗുരുവിൻ്റെ ഉപദേശമാണോ ഭൗതികതയുടെ, അല്ലെങ്കിൽ ഭൗതികതയിൽ നിന്ന് കിട്ടുന്ന പ്രഹരമാണോ ലക്ഷ്യത്തിലേക്ക് നമ്മളെ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നത്? ഇതാണ് ചോദ്യം. രണ്ടും സഹായിക്കും. രണ്ട് തരത്തിലുള്ള സാധകർക്ക് എന്ന് പറയുന്നതാണ് ശരിയായത്. മുമ്പ് നടന്ന ഒരു സത്സംഗത്തിൽ കർപ്പൂരം പോലെയും വിറക് പോലെയും വാഴപ്പിണ്ടി പോലെയും എന്ന് പറഞ്ഞില്ലേ സാധകരുടെ ഒരു മൈൻഡ് സെറ്റ്. അതിൽ നിന്ന് മനസ്സിലാക്കാം, ചില സാധകർക്ക് ഗുരുപദേശത്തിൻ്റെ ആന്തരിക സത്യം പെട്ടെന്ന് വ്യക്തമാവും, എന്താണ് അത് ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. മറ്റ് സാധകർക്ക് കാര്യങ്ങൾ ബോധ്യമാവും, പക്ഷേ പതുക്കെ ചെയ്യാം, സമയമുണ്ടല്ലോ എന്നുള്ള ഒരിതായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊക്കെ പ്രഹരം ഭൗതികതയിൽ നിന്ന് കിട്ടുമ്പോഴായിരിക്കും പെട്ടെന്നൊരു ചൂടാകുന്നു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡിപ്പെൻസാണ്. എന്തായാലും ലക്ഷ്യത്തിലേക്ക് പോകുവാൻ ഉപദേശമോ പ്രഹരമോ സഹായിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം. ഹെൽമെറ്റ് വെച്ച് യാത്ര ചെയ്യണം എന്ന് പറയുമ്പോൾ ഹെൽമെറ്റ് മടിയിൽ വെച്ച് പോവുകയും പോലീസിനെ കാണുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും ഉണ്ടല്ലോ. എന്തിനാണ് ഈ ഹെൽമെറ്റ് വയ്ക്കാൻ പറയുന്നത് എന്ന് ഉള്ള പോയിന്റിലോട്ട് ചിന്തിക്കുന്നില്ല. അപ്പോൾ പോലീസിനെ കാണുമ്പോൾ മാത്രം ഹെൽമെറ്റ് വയ്ക്കുകയും, ഇനി ഹെൽമെറ്റ് വയ്ക്കാൻ മറന്നു പോകുമ്പോൾ പെറ്റി അടിക്കുമ്പോൾ പിന്നെ ഹെൽമെറ്റ് വയ്ക്കാൻ വേണ്ടി ഓർക്കുകയും ചെയ്യുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള ഒരിത് തന്നെയാണ്. അതേ മനോഭാവം തന്നെയാണ് സാധനയിൽ വരുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ തുടരുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പലപ്പോഴും
നേരത്തെ പറഞ്ഞിട്ടില്ലേ, മനസ്സിൻ്റെ സ്വാധീനം ഉയർന്നു നിൽക്കി. മനസ്സാണല്ലോ ജന്മകാരണം. പ്രപഞ്ചാനുഭവങ്ങൾ നമുക്കുണ്ടാവുന്നത് മനസ്സ് തന്നെയാണ് കാരണം. മനസ്സിൻ്റെ ലയനം വരുമ്പോൾ മാത്രമാണ് ബ്രഹ്മാനുഭവം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പ്രപഞ്ചാനുഭവം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചത്തിൽ വസ്തുനിഷ്ഠ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് ഐയെ ബേസ് ചെയ്ത് ഞാനും എൻ്റേതും എന്നുള്ള ആ ഒരു ഇതിനകത്ത് കിടന്ന് കറങ്ങി നമ്മൾ പ്രപഞ്ചത്തിനകത്ത് വിട്ടുപോകും. അതിനകത്ത് നിൽക്കുമ്പോഴായിരിക്കും ഒരു ഗുരു ഒരു ഉപദേശം കൊടുക്കുന്നത്. അത് പാടില്ല എന്ന് പറയും. നമ്മൾ ഇത്രയും കറങ്ങി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാർ ഉപദേശിച്ചിട്ടുണ്ടാവും, അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയും. പക്ഷെ അപ്പോൾ നമുക്കത് ഒരു ഉപദേശമായിട്ട് അതിനെ നമുക്ക് കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. നമുക്കത് ആ സമയത്തുള്ള നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചിട്ട് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ഫ്യൂച്ചറിൽ സ്വന്തം മക്കളെ ഇതേപോലെ ഉപദേശിക്കുമ്പോഴായിരുന്നു അവന് മനസ്സിലായത് എന്താണ് തന്നോട് അച്ഛനമ്മമാർ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ കാലം തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് അതെല്ലാം. അപ്പോൾ ഉപദേശങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതനുസരിച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലക്ഷ്യബോധം ഉറച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ഉപദേശത്തെ അതിൻ്റേതായ വാല്യൂ അതിനെ കൽപ്പിക്കും. മനസ്സിൻ്റെ സ്വാധീനം ഉണ്ടെങ്കിൽ ആ ഉപദേശത്തെ നമ്മൾ നിസ്സാരമായി കാണും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള ഒരു തമാശ രൂപത്തിൽ പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു നാട്ടിൽ വ്യത്യസ്തമായ ഒരു ശിക്ഷാ നടപടി ഉണ്ടായിരുന്നു. അതായത് ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു ശിക്ഷ. അത് എല്ലായിടവും ഉണ്ട്, ഈ നാട്ടിലും അതേപോലെ ശിക്ഷ ഉണ്ട്. എന്നാൽ ആ കുറ്റം ചെയ്തവന് ഒരു ചോയ്സ് കൊടുക്കും. ഈ ശിക്ഷയിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവം കൊടുക്കും. അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ശിക്ഷാ നടപടിയുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടുത്തെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന 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 കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഇന്ന ശിക്ഷകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ശിക്ഷ വേണ്ടാത്തവരെന്താണ്, ആ പറയുന്ന കാര്യം അനുസരിക്കും. ഇനി അനുസരിക്കാത്തവനോ ശിക്ഷാ നടപടിയിലോട്ട് പോകും. ഈ ശിക്ഷാ നടപടിയിലോട്ട് പോകുമ്പോഴോ അതിൽ ചോയ്സാണ് ഏത് ശിക്ഷ എനിക്ക് എടുക്കാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആൾ കുറ്റം ചെയ്തു, രാജാവിൻ്റെ മുന്നേ കൊണ്ടുവന്നു. രാജാവ് അവൻ ചെയ്ത കുറ്റത്തെ സഭയിൽ വെച്ച് വായിച്ചു. അവൻ ബോധ്യം വന്നു, ശരി തന്നെയാണ്, ഞാൻ അങ്ങനെ ചെയ്തു എന്നവൻ സമ്മതിച്ചു. അപ്പം കുറ്റത്തിൻ്റെ ശിക്ഷ വായിക്കുകയാണ്. ആദ്യത്തെ ശിക്ഷ എന്ന് പറയുന്നത് ഉള്ളി തിന്നണം. ഒരു ചാക്കിൽ ഉള്ളി കൊണ്ടുവച്ചിട്ടുണ്ട്, ഇത് കഴിക്കണം എന്നുള്ളത്. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത് പുളിവെള്ളം കുടിക്കണം. മൂന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് 100 ചാട്ടവാറടി കൊള്ളണം. നാലാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് 10,000 രൂപ കെട്ടിവയ്ക്കണം. ഇതാണ് 4 ഓപ്ഷൻ. അപ്പോൾ ഇദ്ദേഹം ആലോചിക്കണം, കുറ്റം ചെയ്ത ആളാണ്, ഈ കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതാണ് അയാളുടെ മനസ്സാണ്. നമ്മൾ പറയുന്ന എല്ലാത്തിനും മൈൻഡുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിക്കണം, എങ്കിലേ ഈ സത്സംഗം കേട്ടിട്ട് കാര്യമുള്ളൂ. കാര്യം നമ്മുടെ ഈ ധ്യാന സാധകർക്കുള്ള സത്സംഗമാകുമ്പോൾ കൂടുതലും മൈൻഡ് നമ്മളിൽ എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടോക്കുകളാണ്. അപ്പോൾ ആലോചിക്കുക, ഇദ്ദേഹം കുറ്റം ചെയ്ത ആളാണ്, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിച്ചതെന്താണ് മനസ്സ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശിക്ഷ നടപടിക്ക് വന്നു. അവിടെയും അവൻ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ചിന്തിച്ചു 10,000 രൂപ. 10,000 രൂപ കുറച്ച് വലിയൊരു ഇതാണ്.
അപ്പം ഈ 10,000 രൂപ എങ്ങനെ സേവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവൻ ചിന്തിച്ചു. പൈസ അടച്ചാൽ അവന് അപ്പോഴേന്ന് ഇറങ്ങി വരാം, പക്ഷെ 10,000 രൂപ ലാഭിക്കണമല്ലോ. അപ്പോൾ അതിനെ പറഞ്ഞു, രാജാവ് ഞാൻ ഉള്ളി കഴിക്കാം എന്ന് പറഞ്ഞു. ശരി, നീ ഉള്ളി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു ചാക്ക് ഉള്ളിയും കൊടുത്ത് ഒരു സൈഡിൽ കൊണ്ടിരുത്തി അവനെ നോക്കാൻ കുറച്ച് പേര് നിർത്തി. ഓരോ ഉള്ളി എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. 10, 15, 20 ഉള്ളി കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണ് മൊത്തവും എരിച്ചു തുടങ്ങി, വയറ് മൊത്തവും പ്രശ്നമായി തുടങ്ങി. അപ്പം ഇവന് എരിയുന്നു, കണ്ണീരിൽ നിന്ന് വെള്ളം വരുന്നു, ഒരു വല്ലാത്ത അവസ്ഥയായി. ഇനി കൂടുതൽ ഉള്ളി കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. എങ്കിലും കഴിക്കുകയാണ്. ഈ ശിക്ഷ എടുക്കാമെന്നല്ലേ തീരുമാനിച്ചത്. അങ്ങനെ ഏകദേശം 1 കിലോ ഉള്ളിയൊക്കെ കഴിച്ചപ്പം തന്നെ മതിയായി. കാര്യം കഴിക്കുന്നതനുസരിച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്, ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോൾ അവിടെ നിന്ന ഭടന്മാരോട് ചോദിച്ചു, ഈ ഉള്ളി കഴിക്കാൻ ഇത്തിരി പാടാണ്, ശിക്ഷ നടപടി മാറ്റിയെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു അത് നിങ്ങളുടെ ചോയ്സാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും പുളിവെള്ളം കുടിക്കാം, ഉള്ളി ഭയങ്കര പാടാണെന്ന്. ഓൾറെഡി വയറിൽ നിറയെ ഉള്ളി കഴിച്ച് വെച്ചിരിക്കുന്ന ആളാണ്. അങ്ങനെ പുളിവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. പുളിവെള്ളം കൊണ്ടുവന്നു, അതിരുന്ന് കുടിക്കാൻ തുടങ്ങി. 2 ഗ്ലാസ് പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഇത് കുടിക്കും തോറും വോമിറ്റിംഗ് ഫീൽ വരെയാണ്. എങ്കിലും 7-8 ഗ്ലാസ് കുടിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിൽ, വയറും കേടായി, ഒരു വല്ലാത്ത അവസ്ഥയിൽ. അപ്പം പറഞ്ഞു, പുളിവെള്ളവും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ 10,000 കൊടുക്കാൻ എനിക്ക് വയ്യ, ഞാൻ ചാട്ടവാറടി കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ടുപോയി കൈകാലെല്ലാം കെട്ടി ചാട്ടവാറടി കൊടുക്കാൻ തുടങ്ങി. അടി 5, 10, 15, 20 കൊണ്ട് ദേഹം മൊത്തവും പൊട്ടി ഒലിച്ച് അതിൻ്റെ പുറത്ത് ഇനി അടി കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായി. വേദനയും വല്ലാത്ത മാനസികാവസ്ഥയിൽ അവസാനം പറഞ്ഞു, എനിക്ക് ബാക്കി അടിയും കൂടി കൊള്ളാനുള്ള ശക്തിയില്ല, ഞാൻ 10,000 രൂപ കെട്ടിവെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10,000 രൂപയും കെട്ടിവെച്ചിട്ട് ആൾ തിരിച്ചു പോയി. അപ്പോൾ യവനെ ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ത് ഘടകമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തിലും ഗുരുപദേശങ്ങളെ നമ്മൾ കേൾക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ശിക്ഷാ നടപടികളാണ്. ഈ ശിക്ഷയെ നമ്മൾ ഏത് രീതിയിൽ കാണുന്നുവെന്ന് നമ്മൾ ചിന്തിച്ച് നോക്കണം. ഇതേപോലെ എല്ലാം നമ്മൾ അങ്ങനെ വെൽക്കം ചെയ്ത് ഇതെല്ലാം അനുഭവിച്ച് ഒരു വല്ലാത്ത അവസ്ഥയിലോട്ട് അവൻ എത്തിപ്പെടും. അപ്പോൾ ഈ തെറ്റ് ചെയ്താൽ ശിക്ഷയെ നീ ഏത് മനോഭാവത്തിൽ കാണും എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ഉള്ളത് കൊണ്ടാണ് ഗുരുക്കന്മാർ അതിനെ നിയന്ത്രിക്കുന്നത്. നീ ഇങ്ങനെ പോകൂ, ഇങ്ങനെ ചെയ്യൂ, ഈ രീതിയിൽ പോകൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാത്വിക പാതയിൽ പോകുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം അതിനെ അതേ റേഞ്ചിൽ അതേ രീതിയിൽ ഉൾക്കൊള്ളും. അല്ലാത്ത വ്യക്തി കുറച്ച് തമോ ഗുണം ഒക്കെ ഉള്ള അല്ലെങ്കിൽ രജോ ഗുണത്തിൽ വർത്തിക്കുന്ന ഒരു സാധകനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ തിരിച്ചടികൾ വരും. അങ്ങനെ ഓരോന്നും ചോദിച്ച് വാങ്ങുന്നൊരവസ്ഥയിലോട്ട് എത്തിപ്പെടും. അതുകൊണ്ടാണ് മനസ്സ് എന്ന് പറയുന്ന ഒരു പ്രതലത്തിൽ നിലനിന്നുകൊണ്ട് നമ്മൾ സാധന അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മളിലോട്ടൊന്നും കണക്റ്റ് ആകില്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിൽ ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് ലക്ഷ്യത്തിലെത്താം, ഭൗതികതയുടെ പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടും ലക്ഷ്യത്തിലെത്താം. ചിലപ്പോൾ ആ പ്രഹരം ഏൽക്കുമ്പോഴായിരിക്കും ഗുരുപദേശത്തിൻ്റെ പ്രസക്തി മനസ്സിലാവുന്നത്. അപ്പോഴും അവ എന്താണ്, പ്രഹരേറ്റത്തിന് ശേഷം ഈ പറഞ്ഞ ഈ ഉള്ളിയും പുളിയും അടിയും കിട്ടിയതിന് ശേഷം പണം അടച്ചിട്ട് അവൻ അത് ആവർത്തിക്കാതിരിക്കുന്ന പോലത്തെ ഒരവസ്ഥയിലോട്ടെത്തും. അപ്പോൾ എപ്പോഴും ഗുരുപദേശം തന്നെയാണ്
ലക്ഷ്യത്തിലോട്ട് നമ്മളെ എത്തിക്കുന്നത്. ഗുരുജി, ഒരു സാധകന് അവൻ്റെ സാധനയിൽ മുന്നോട്ട് പോകാൻ എന്തായാലും ഗുരു ഉപദേശം അത്യന്താപേക്ഷികം തന്നെയാണ്. അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. അങ്ങനെ അവൻ ആ യാത്ര തുടരുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ ആ വാസനകളും ഇതെല്ലാം അവൻ്റെ മുന്നിലൊരു ചോദ്യചിഹ്നമായിട്ട് വരും. അപ്പോൾ അതിനൊരു ഉപദേശം കിട്ടി അവൻ വീണ്ടും മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. ആ വാസനകളെ ജയിച്ച് മുന്നോട്ട് പോകാനുള്ള ഉപദേശം കിട്ടി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ വീണ്ടും ആ വാസനകൾ തലപൊക്കും. മുന്നോട്ട് യാത്ര ചെയ്യും തോറും വീണ്ടും ആ വാസനകൾ തലപൊക്കി വീണ്ടും അതേ തടസ്സങ്ങൾ വീണ്ടും അവന് അഭിമുഖീകരിക്കേണ്ടി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒരു സാധകൻ ആ ചോദ്യം ചോദിക്കാൻ അല്ലെങ്കിൽ ആ ഒരു ഉപദേശം നേടാൻ വേണ്ടി വിസമ്മതിക്കുന്ന ഒരവസ്ഥ വരാറുണ്ട്. അവൻ്റെ മനസ്സ് അതിന് അനുവദിക്കില്ല. അപ്പോൾ ആ ഒരവസ്ഥയെ ഒരു സാധകൻ എങ്ങനെയാണ് നേരിടേണ്ടത് അല്ലെങ്കിൽ അതിജീവിച്ച് മുന്നോട്ട് വരേണ്ടത് എങ്ങനെയാണ്? അതിനെക്കുറിച്ച് പറയാം. ഒരു സാധകൻ സാധന ചെയ്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ എന്താണോ ഇത്രയും നാളും ചെയ്തുകൊണ്ട് വന്നിരുന്നത്, പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ, ഇതിനെല്ലാം മറ്റൊരു വീക്ഷണകോണിൽ കൂടി കാണുവാൻ പഠിപ്പിക്കുകയാണ് ഗുരു ചെയ്യുന്നത്. അതായത് ഒന്നും ഉപയോഗിക്കരുത് എന്നല്ല, ഉപയോഗിക്കുന്ന ഒന്നും നമ്മളെ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് ഗുരു പഠിപ്പിക്കുന്നത്. അതാണ് ശരിക്കും ആ ഉപയോഗിക്കുന്ന വസ്തുവും നമ്മളും തമ്മിലൊരു ഗ്യാപ്പ് ഇടുവാൻ ഗുരു നിർദ്ദേശിക്കും, പലപ്പോഴും നിർദ്ദേശിക്കും. അപ്പോൾ ഈ വാസന സംബന്ധമായിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ വ്യക്തമായിട്ട് ഒരു ഗുരു അതിന് ആൻസർ കൊടുക്കുന്നു എന്നിരിക്കെ അപ്പോൾ അവന് തൃപ്തിയായിരിക്കും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായി, വ്യക്തമായി. പക്ഷേ ഇന്ന് നമ്മൾ വയറ് വിശന്നു, ഭക്ഷണം കഴിച്ചു, വയറ് നിറഞ്ഞു, ഓക്കെ, നാളെ വീണ്ടും വിശക്കും, ഭക്ഷണം തേടും. അപ്പോൾ വാസന സംബന്ധമായ പലതും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒന്നാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഓർമ്മിക്കുക. അത് ഒരു ഉപദേശം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉപദേശം വ്യക്തമായി ഒരു സാധകൻ മനസ്സിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിന് ആ ഉറപ്പ് അവന് കൊടുക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് വാസനയിൽ പെട്ടുപോകും. അപ്പോൾ അവൻ്റെ യുക്തി അവനെ സഹായിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ ഉപദേശം വീണ്ടും തേടുന്നതിൽ തെറ്റില്ല. ഞാൻ ഒരിക്കൽ ചോദിച്ചതാണ്, എനിക്ക് ആൻസർ തന്നതാണ്, വീണ്ടും ചോദിക്കാൻ പാടില്ല, അത് ചോദിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വളമിടുന്നത് നമ്മുടെ മനസ്സിന് തന്നെയാണ്, അല്ലെങ്കിൽ വാസനയ്ക്ക് തന്നെയാണ്. ഒരു പക്ഷേ ആ ഗുരുവിനോട് സംസാരിക്കുമ്പോൾ അവിടുത്തെ ഒരു ഓറ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ആ വാസനയിൽ ഒരു സുഖം കാണുന്ന ഒരു മാനസികാവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുരുപദേശം തേടാൻ മടിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോഴൊരു കുഞ്ഞ് അച്ഛനമ്മമാർ വളർത്തുമ്പോൾ എന്താണ്, എത്രയോ പ്രാവശ്യം അത് മൂത്രമൊഴിക്കും. ആ കുഞ്ഞ് ഇട്ടേക്കുന്ന ഡ്രസ്സിലും കിടക്കുന്നിടത്തെല്ലാം അത് ഒഴിക്കും. പക്ഷേ ആ അച്ഛനമ്മമാരെന്ത് ചെയ്യും? അത് ക്ലീൻ ചെയ്യും, വൃത്തിയാക്കും. ആ കുഞ്ഞിന് ആ ബോധം വരുന്ന കാലം വരെയും അവരത് ചെയ്യും. അപ്പം അതുപോലെയാണ് ശരിക്കും ഒരു ഗുരു ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അവനിലെ വാസന ക്ഷയിക്കുന്നവരെയും അവനെ സംബന്ധിക്കുന്ന സംശയങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഉത്തരം കൊടുത്തുകൊണ്ടേയിരിക്കും. പറഞ്ഞ കാര്യം തന്നെയായിരിക്കാം ചിലപ്പോൾ വീണ്ടും പറയുന്നത്, വീണ്ടും പറയും.
മദ്യപിക്കുന്നവരുടെ കുപ്പിയിൽ ഒരേ ഉപദേശം തന്നെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്? എന്താ പറയുക, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഏത് മദ്യക്കുപ്പി വാങ്ങിയാലും അതിൽ ഒരേ ഉപദേശം തന്നെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ പ്രിൻ്റ് ചെയ്യുന്നത് ചെയ്യാതിരിക്കുന്നുണ്ടോ? കാര്യം കുടിക്കുന്നവന് അത് ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് സെയിം ഉപദേശം തന്നെയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഗുരുക്കന്മാരുടെ ഡ്യൂട്ടിയും. അവരെ അറിയിക്കുക, ബോധ്യപ്പെടുത്തുക. കാര്യം ഇന്നലെ കേട്ടതല്ലല്ലോ ഇന്നത്തെ നിലവിൽ ഉണർന്നിരിക്കുന്ന അവൻ്റെ മനസ്സും വാസനയും. ഇന്നത്തെ ആ വാസനയ്ക്ക് ആണ് ആ ഉത്തരം കൊടുക്കുന്നത്. ഇന്നലെ കുളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുളിക്കാതിരിക്കുന്നുണ്ടോ? ഇന്ന് കുളിക്കുന്നുണ്ടല്ലോ. അത് ഇന്നത്തെ കുളിയാണ്. അപ്പോൾ ഇന്ന് മനസ്സ് പ്രബലമായി വാസനയുടെ കീഴിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഉപദേശം സ്വീകരിക്കാം. അത് ഓരോ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഓരോ രീതിയിലായിരിക്കാം ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഉപദേശം എനിക്ക് കിട്ടി, അത് ഇനി എനിക്ക് വീണ്ടും ചോദിച്ചാൽ അത് നാണക്കേടാണ് എന്ന് പറയുന്നതെല്ലാം ദുരഭിമാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പം ദുരഭിമാനം നമ്മളെ എന്ത് പറ്റുന്നു? ആ ഉപദേശത്തിൽ നിന്ന് അകറ്റുന്നു. അവിടെ വാസനകൾ കൂടുതൽ പ്രബലമാകുന്നു, അവനെ കൂടുതൽ അന്ധനാക്കുന്നു. അപ്പോൾ വാസനയുടെ കാരണത്തെ നമുക്കറിയാൻ പറ്റണം. ഒരു വാസനയും പെട്ടെന്ന് പൊന്തി വരില്ല. നമ്മളാദ്യം മനസ്സിലാക്കുക. ഈ പറയുന്ന കടലിലുള്ള തിരമാലകൾ നോക്കി നോക്ക്, അതിന് ഒരു തുടക്കമുണ്ട്. വളരെ ചെറിയ തിരമാലകൾ ഇങ്ങനെ വന്ന് കരയിലോട്ട് എത്തുമ്പോഴാണ് അത് ശക്തമായ തിരമാലയായിട്ട് എന്നിട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഈ വാസന പൊന്തി വരുന്നതിന് മുമ്പുള്ള ഘട്ടങ്ങളുണ്ട്. അത് സാധകൻ ശ്രദ്ധിക്കാതെ അശ്രദ്ധവാനാകുന്നത് കൊണ്ടാണ് അതിൻ്റെ ഉയർന്ന വെർഷനിലോട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിലപ്പോൾ അതൊരു തോട്ട് പ്രോസസ്സായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇമോഷനായിട്ടായിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴവനെ അതിനെ മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോഴാണ് അതിൻ്റെ വേറൊരു രീതിയിലോട്ട് അത് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഉപദേശങ്ങൾ ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കാരണം ഇപ്പോൾ ഈ നിമിഷം എനിക്ക് എന്താണ് എന്നെ ബാധിക്കുന്നത്, അതിൻ്റെ ഉപദേശമാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ ദുരഭിമാനത്തിന് സ്ഥാനം കൊടുക്കരുത്. അതല്ലാതെ ഉപദേശം സ്വീകരിച്ച് അതിനെ ക്ലിയർ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. കാരണം ചോദിച്ചാൽ അത് എങ്ങനെ എന്ന് ചിന്തിക്കുന്നത് വേറെ ആംഗിൾ ചിന്തിച്ച് നോക്കിയാൽ ഞാൻ വേറെ ഗുരു വേറെ എന്നുള്ള ഒരു ചിന്ത നിലനിൽക്കുന്നത് കൊണ്ടാണ്. എൻ്റെ ഭാഗമാണ് ഗുരു എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുമോ? അപ്പം വാസന നമ്മളിൽ ഉണ്ടാക്കുന്ന അജ്ഞത എന്തുമാത്രം ഭീകരമാണ് നമ്മൾ തിരിച്ചറിയണം. എന്നിൽ നിന്ന് അന്യമല്ല ഗുരു എന്ന് തിരിച്ചറിഞ്ഞാൽ എപ്രകാരമാണോ നാം നമ്മുടെ മനസ്സിനോട് സംസാരിക്കുന്നത് ആ ഫ്ലുവൻറ്റിൽ ഗുരുവിനോട് സംസാരിക്കുവാൻ ഒരു സാധകന് സാധിക്കും. അത് പറ്റിയില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവൻ ഉള്ളിൽ ശരിക്കും അവനിൽ തന്നെ ഒരു പോസ്റ്റ്മോർട്ടം അവൻ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഞാൻ എൻ്റെ മനസ്സിന് കൊടുക്കുന്ന സ്ഥാനം പോലും ഗുരുവിന് കൊടുക്കുന്നില്ലല്ലോ എന്ന് അറിയാൻ പറ്റണമെന്നാണ്. കാര്യം മനസ്സ് കണ്ണിങ്ങാണ്, അത് വെറുതെ ഇരിക്കില്ല, നമ്മളെ വെറുതെ ഇരുത്തേയുമില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു ഉദാഹരണത്തിന് കുറച്ച് നേരം
നിരീക്ഷിക്കുക. ഈ ഒരു 2 മിനിറ്റ് പല രീതിയിൽ ആയിരിക്കും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എടുത്തിട്ടുള്ളത്. നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് നിരീക്ഷിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ അവധൂജി ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് നിരീക്ഷിച്ചുകൊണ്ടിരുന്നവരുണ്ടാവാം, അതല്ലെങ്കിൽ വീഡിയോ ഇട്ടപ്പോൾ അത് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവാം. പല രീതിയിലായിരിക്കും ഈ ഒരു മൗനത്തെ അവൻ കണ്ടിട്ടുള്ളത്. ഇവിടെ മൗനമുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ ആ മൗനത്തെ സൃഷ്ടിക്കുവാൻ അവന് സാധിച്ചില്ല എങ്കിൽ മനസ്സെവിടെ ഇരിക്കുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ആ മനസ്സ് തോന്നിയെടുത്ത് പോകുമ്പോൾ ആകപ്പാടെ പിടിച്ചു കെട്ടാൻ പറ്റുന്നത് ഒരു വാക്യങ്ങൾ മാത്രമായിരിക്കും. ഇവിടെ പൊതുവെ ഉപയോഗിക്കുന്ന ഒരു സിംഗിങ് ബോളുണ്ട് നമ്മൾ ധ്യാന സെൻ്ററിൽ. ക്യാമ്പുകളൊക്കെ നടക്കുന്ന സമയത്ത് മൗനമായിട്ടിരിക്കാൻ പറയുമ്പോൾ മുഴക്കുന്ന ഒരു സിംഗിങ് ബോളുണ്ട്. ഈ സിംഗിങ് ബോളിന് ഒരു പ്രത്യേകതരം ശബ്ദവും ആ ശബ്ദത്തിന് ഒരു പ്രത്യേകതരം വൈബ്രേഷൻ നമ്മളിൽ ഹീല് ചെയ്യുവാൻ, സൗണ്ട് ഹീലിംഗ് അല്ലെങ്കിൽ സൗണ്ട് ബാത്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുവാൻ സാധിക്കും. പലരും കണ്ടിട്ടുണ്ടാവും അത് സിംഗിങ് ബോളിൻ്റെ ഇത് എന്തിനാണെന്നുള്ളത്. അപ്പം ധ്യാന ക്യാമ്പിൽ ഈ സിംഗിങ് ബോൾ ഉപയോഗിക്കുമ്പോൾ മനസ്സ് നിശ്ചലമാക്കുവാൻ പറയുകയും ഈ ശബ്ദതരംഗം റിസീവ് ചെയ്യുവാൻ തന്നെ ഒരാൾ അവനവനെ തന്നെ അനുവദിക്കുകയും ചെയ്യുമ്പോൾ മറ്റൊരു മനസ്സ് സൈലൻ്റ് ആകുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്ന മറ്റൊരു ലോകത്തിലോട്ട്, അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് വേറെ ഒരു എന്താ പറയാൻ ഒരു ഗ്രഹമോ ഒന്നുമല്ല, മറ്റൊരു ഡയമെൻഷനിലോട്ട് നമ്മൾ പ്രവേശിക്കും. സെയിം സ്ഥലത്ത് മറ്റൊരു ഡയമെൻഷൻ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സിംഗിങ്. നമ്മളെന്തായാലും ആ സൗണ്ട് ഒന്ന് കാണിക്കാം, എന്നിട്ട് അതിൻ്റെ കണക്ഷൻ പറയാൻ ശ്രമിക്കാം. ഇതാണ് സിംഗിങ് ബോൾ. ഈ സിംഗിങ് ബോൾ പ്രവർത്തിച്ചപ്പോൾ, അതായത് ആ റൊട്ടേറ്റ് ചെയ്ത സമയത്ത്
വളരെ മൈന്യൂട്ടായിട്ടാണ് ആ സൗണ്ട് ഇങ്ങനെ വരികയും അതിൻ്റെ മാക്സിമം സൗണ്ടിലോട്ട് നിൽക്കുകയും അത് റിമെയിൻ ചെയ്യുകയും അത് വളരെ സാവകാശം എങ്ങനെയാണോ സൗണ്ട് സ്റ്റാർട്ട് ചെയ്തത് അതേപോലെ തന്നെ അന്തരീക്ഷത്തിലേക്ക് അത് ലയിച്ചു പോയി. അപ്പോൾ ശാന്തമായ മനസ്സ് ഒരു വ്യക്തി ക്രിയേറ്റ് ചെയ്ത് ചിന്തകൾ കുറഞ്ഞു വരുന്ന ഒരു വ്യക്തിക്ക് ആ സൗണ്ടിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് കേൾക്കുവാനും അതിൻ്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് തീരുന്നതും ശ്രദ്ധിക്കുവാൻ അവന് സാധിക്കും. ആ നിമിഷത്തിൽ അവൻ നിന്നിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുമെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയം പുറത്തോട്ടാണ് നോക്കിയിരിക്കുന്നത്. അപ്പോൾ ധ്യാനം ചെയ്യുന്ന സാധകർക്ക് പ്രധാനമായും 2 കാര്യങ്ങളാണ് ധ്യാനം ചെയ്യുന്ന സാധകരുടെ. അപ്പോൾ നമ്മൾ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയിലൊക്കെ പോയാലും ധ്യാനം ശീലിക്കുന്നിടത്ത് പോയിരുന്നാലും അവിടെ ഒരു വ്യക്തി പോയി കണ്ണടച്ച് മൗനമായിരിക്കുമ്പോൾ പഞ്ചേന്ദ്രിയത്തിലെ 2 എണ്ണം കണ്ണും നാവും അടക്കിയിരിക്കുകയാണ്. പിന്നെ പുറത്തോട്ട് അവന് പോകുവാൻ അവൻ്റെ മനസ്സ് ഉപയോഗിക്കുന്ന 2 വസ്തുക്കളെന്ന് പറയുന്നത് മൂക്കും കാതും. അപ്പോൾ മൂക്കും കാതും പുറത്തോട്ടാണ്. ഇപ്പോൾ കണ്ണടച്ചിരിക്കുന്നു, നാവടച്ചിരിക്കുന്നു, ഒന്നും രുചിക്കുന്നില്ലല്ലോ, ഒന്ന് നാവടച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പഞ്ചേന്ദ്രിയത്തിലെ 3ഉം ഒന്ന് അടങ്ങിയിരിക്കുന്നു താൽക്കാലികമെങ്കിലും. അപ്പോഴെന്താണ്, അതിശക്തമായി കണ്ണ് അടച്ചിരിക്കുന്നു, എന്താ പറയുക, നാവടച്ചിരിക്കുന്നു, രുചിക്കുന്നില്ല. അപ്പോൾ അതിശക്തമായി മൂക്കും, അതായത് ഗന്ധം സേവിക്കുന്ന മൂക്കും കാതും പുറത്തോട്ട് കൂടുതൽ ശ്രദ്ധിക്കും. അവയ്ക്ക് ഉള്ള സൊല്യൂഷനായിട്ടാണ് ധ്യാന സെൻറ്ററുകളിൽ സുഗന്ധത്തിനും ശബ്ദത്തിനും പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്കി 3 ഇന്ദ്രിയങ്ങൾ അടഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരെ ഒന്ന് മയപ്പെടുത്തുവാനാണ് ശബ്ദങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൽ കേന്ദ്രീകരിക്കുക, സുഗന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെ ഒരു ഡ്യൂട്ടി കൊടുക്കുകയാണ്, പുറത്തോട്ട് പോകുന്ന മനസ്സിനൊരു ഡ്യൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഡ്യൂട്ടിയിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ഉദ്ദേശം എന്താണ്, ചിന്തകൾ ഉറയ്ക്കുക. ശബ്ദത്തിൽ ശ്രവിച്ചുകൊണ്ട്, സുഗന്ധത്തിൽ ശ്രവിച്ചുകൊണ്ട് ചിന്തകൾ കുറയ്ക്കുന്ന സമയം പിന്നെ അവൻ സുഗന്ധമോ ശബ്ദമോ അല്ല ശ്രവിക്കുന്നത്, വേറൊരു ഡയമെൻഷനിലോട്ട് പോകും, ധ്യാനത്തിൻ്റെ ഉള്ളറകളിലേക്ക്. ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ജേണി ഒരു സാധകന് സമ്മാനിക്കുവാൻ ഗുരു കാത്തിരിക്കുമ്പോൾ, വാസനയിൽപ്പെട്ട് ഉഴലുന്ന ഒരു സാധകന് തീർച്ചയായിട്ടും എന്താണോ തന്നെ ഉപദ്രവിക്കുന്നത് അല്ലെ ദ്രോഹിക്കുന്നത് അതിൽ തന്നെ വീണ്ടും മുറുകെ പിടിക്കാതെ ഗുരുവിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഉപദേശന്മാരായുക. ആ ഉപദേശം അപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടും. ഓരോ സാധകരുടെ അനുഭവമാണത്. അതുകൊണ്ട് തന്നിൽ നിന്ന് അന്യമായി നിൽക്കുന്ന അസ്തിത്വമല്ല ഗുരു എന്നുള്ള ബോധ്യത്തോടെ സംസാരിക്കുക, സാധനയിൽ മുന്നോട്ട് പോവുക.